ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു ബുക്കിൽ ഞാനങ്ങനെ ടു ഡു ലിസ്റ്റ് പോലെ എഴുതി വയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അത് ഇന്നത്തെ അല്ല ഇപ്പോൾ ഞാൻ ചെയ്യണത്, ഇന്നലത്തെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായില്ല. അത് ഏറ്റവും ലാസ്റ്റാണ് പറഞ്ഞാൽ അന്നത്തെ ദിവസത്തെ എല്ലാം ചെയ്ത് കഴിഞ്ഞാലാണ് അത് ഞാനിങ്ങനെ വെട്ടിടുക. അത് റെഡ് പെൻ യൂസ് ചെയ്തിട്ട് വെട്ടിടും. അപ്പോൾ ഇന്നലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിന് വീഡിയോ ഇടണമെന്നൊക്കെ ഞാൻ അന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ പറ്റിയില്ല, നല്ല ലേറ്റായി. അപ്പോൾ ഞാൻ ഇന്നത്തെ കൂടി ടു ഡു ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇന്ന് രാത്രി ഏറ്റവും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ചെയ്യാറ്. അല്ലെങ്കിൽ ഇതേപോലെ പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ കട്ട് ചെയ്യും. ഇത് ഞാൻ പേപ്പർ വെട്ടിയിട്ടുണ്ടാക്കിയതാണ്. അതും വീട്ടിൽ വന്ന് ഇങ്ങനെ സമയം കളഞ്ഞുണ്ടാക്കിയതൊന്നുമല്ല. സ്കൂളിൽ ഇങ്ങനെ ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പേപ്പറൊക്കെ തരും. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വെട്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്ക് ബുക്ക് വാങ്ങാത്തത് എനിക്ക് അറിയില്ല ഞാൻ എത്ര കാലം യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് അത്ര കാലമൊന്നും ആയിട്ടില്ല. പക്ഷേ യൂസ് ചെയ്യുന്നൊക്കെ ഉണ്ട്, മിക്ക ദിവസം യൂസ് ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ബുക്ക് വേണമെന്ന് അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ ഇതിൽ തന്നെ എഴുതി വയ്ക്കും. ഇപ്പം ഞാൻ ക്ലാസ് കണ്ടിട്ട് പഠിക്കുകയാണ്. ഞാൻ ഓൾറെഡി നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ജസ്റ്റ് വീഡിയോയിൽ ഇനിയിപ്പോൾ നിർത്തി ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. നേരെ ഇങ്ങനെ ബുക്കിൽ എഴുതി വെച്ചത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇടയിൽ വിട്ടുപോയ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അത്ര സമയം വേസ്റ്റ് ആവില്ല. പണ്ടൊക്കെ ഞാൻ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് നോട്ട് പ്രിപ്പയർ ചെയ്യാണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ സമയം പോകും. പക്ഷേ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പറഞ്ഞാൽ അതിൻ്റെ സ്ലൈഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് സമയം കിട്ടുമ്പോൾ എഴുതുക. എന്നിട്ട് പിന്നീട് വീഡിയോ കണ്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ടൈം അത്ര സ്പെൻഡ് ആവില്ല. അപ്പോൾ ഞാൻ പാല് കുടിക്കുന്നുണ്ട് ഇടയിൽ. ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് കഴിച്ചത്. പിന്നെ ഞങ്ങളിങ്ങനെ ഉച്ചയ്ക്ക് ചോറേ കഴിക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല. രാവിലെ ചപ്പാത്തിയാണെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്കും ചപ്പാത്തി കഴിക്കും. ഞങ്ങൾക്ക് എന്താണ് ഇഷ്ടം അങ്ങനെ തന്നെയാണ് കഴിക്കുക. അല്ലാതെ ഇങ്ങനെ ചിട്ടയൊന്നുമില്ല, ഇന്ന സമയം ഇങ്ങനെ കഴിക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ഞാൻ പുറത്ത് കുറച്ച് ഇറങ്ങി നടന്നു. ഉച്ചയ്ക്ക് ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വൈകുന്നേരം ഫ്രഷ് ആയതിന് ശേഷം ഞാൻ സാധാ ചെയ്യാറുള്ളത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് പുതിയതൊന്നും ചെയ്തിട്ടില്ല. രാവിലെ ഞാൻ കെമിസ്ട്രി ഹൈഡ്രോ കാർബൺസാണ് നോക്കുന്നുണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ വൈകുന്നേരം ഞാൻ കെമിസ്ട്രി തന്നെയാണ് പഠിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. കെമിസ്ട്രി കെമിക്കൽ ബോണ്ടിങ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഇടയിൽ സ്കൂളിൽ പകുതി വെച്ചെടുക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ എടുത്ത് തീർന്നു, പക്ഷെ ഞാൻ അത് പഠിച്ചിട്ടുണ്ടായില്ല. എന്നപ്പോൾ ഓർഗാനിക്കും കഴിഞ്ഞിട്ട് ഹൈഡ്രോ കാർബൺസ് കഴിഞ്ഞിട്ട് അവസാനം അത് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതുണ്ട് പഠിക്കാൻ. അത് വലിയ പാടാണ്, പക്ഷേ കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയുള്ളൂ. വലിയ ഡിഫിക്കൽട്ട് മറ്റ് ചാപ്റ്റേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈസി തന്നെയാണ് അത്. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ബാൽക്കണിയിൽ ചെന്നിരുന്നു. പിന്നെ പോമിഗ്രാനൈറ്റ് ജ്യൂസ് കുടിച്ചു കൂടെ ഇരുന്നിട്ട്. ഞാൻ അതിന് ശേഷം പഠിക്കാതിരിക്കാൻ പോവാണ്. ഇടയിൽ എനിക്ക് വിശന്നപ്പോൾ ഞാൻ ഉണക്കമുന്തിരി കഴിച്ചു. ഞാൻ ആ ബോക്സ് എപ്പോഴും എൻ്റെ റൂമിൽ തന്നെയാണ് വെക്കാറ്. ഞാൻ ഈ പ്രാവശ്യം നോട്ട്സ് ഇങ്ങനെ പേപ്പറിലാണ് എഴുതുന്നത്. എന്താ വെച്ചാൽ ഇതിൻ്റെ സ്ലൈഡ്സ് ഞാൻ ഓൾറെഡി പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എക്സാമിന് ആ ചാപ്റ്റർ ഉണ്ട് പറഞ്ഞപ്പോൾ അതിൽ ചെയ്തു. പിന്നെ എനിക്ക് ബോട്ടണി കുറച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു, അതുകൂടിയും പ്രിപ്പയർ ചെയ്ത് വെച്ചു. പിന്നെ രാത്രി പഠിച്ച് കഴിഞ്ഞ് ഞാൻ താഴത്തേക്ക് പോവാണ് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ രാത്രി ചോറും മുട്ടയാണ്. അപ്പോൾ ഇത് ഈ മുട്ടയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ വരുമ്പോഴേക്കും ചൂടാറും. ഞാൻ ലേറ്റായിട്ടാണ് കഴിക്കാറ്. അപ്പോൾ ചൂടാറിയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ ദോശ, പിന്നെ എന്താ പറയുക, മുട്ട പൊരിക്കുക, അതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ്. രാത്രി ലേറ്റാവും ഞാൻ എന്തായാലും കഴിക്കാൻ പോകുമ്പോഴേക്കും. അപ്പോൾ ഞാൻ താഴത്തേക്ക് പോവാണ് ഭക്ഷണം കഴിക്കാൻ.
ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്